അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമ്മുടെ മക്കൾ, പ്രത്യേകിച്ചും ചെറുപ്രായത്തിലൊക്കെ ഉള്ള കുട്ടികൾ. അപ്പോൾ നമ്മുടെ സാമ്പത്തികാവസ്ഥയോ സൗകര്യങ്ങളോ ഒന്നും പരിഗണിക്കാതെ അവിടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഏത് സാമ്പത്തിക നിലവാരത്തിലുള്ള കുടുംബമായാലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സന്തോഷത്തിലും ആഹ്ലാദത്തിലും അവിടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ടാണ് അവരെന്ത് ചെയ്യുക, ജീവിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ അതിന് തടസ്സമില്ല. അപ്പോൾ ഉണ്ടാകുന്നൊരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ, കുട്ടികൾ എന്താഗ്രഹിച്ചാലും അതവർക്ക് ലഭിക്കുന്ന ഒരവസ്ഥ അവർക്ക് നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. ഇന്നത്തെ എല്ലാ കുട്ടികളുടെയും ഒരു കാര്യം അതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ അവരാവശ്യപ്പെട്ട കാര്യം കിട്ടാതിരിക്കുമ്പോഴേക്കും അവർ യാതൊരു ക്ഷമയുമില്ലാതെ വളരെ ശക്തമായി അവർ പ്രതികരിക്കുകയും അവർ വാശി പിടിക്കുകയും അവർ പൊട്ടിത്തെറിക്കുകയും അവർ വികാരം കൊള്ളുകയൊക്കെ ചെയ്യുന്ന. അതുകൊണ്ട് അവർക്ക് അവരാഗ്രഹിച്ച ഒരു കാര്യത്തിലേക്കെത്താൻ, അതായത് നാളെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞാൽ ആ ഒരു 12 മണിക്കൂറെങ്കിലും കാത്തിരിക്കുവാനുള്ള ക്ഷമയില്ലാത്ത വിധം അവരുടെ കാര്യങ്ങൾ നമ്മൾ പരിഹരിച്ചു കൊടുക്കുന്നതിൻ്റെ വേഗത വർദ്ധിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ ഇതുപോലെ ആഗ്രഹിച്ചതെല്ലാം നേടിക്കൊടുക്കുന്ന ഒരവസ്ഥ മരണം വരെ ഉണ്ടാവുമോ? ഇനി പണമുണ്ട് വിചാരിക്കുക, നടക്കൂ. ഒരസുഖം വന്നു, മാറണമെങ്കിൽ ഒരു സാവകാശം വേണ്ടേ? എന്തൊരു കാര്യത്തിനുമുണ്ടല്ലോ ഒരു സമയം. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ ഒരു കാര്യത്തിനും അവർക്ക് കാത്തിരിക്കാൻ കഴിയാത്ത, ക്ഷമയില്ലാത്ത ഒരു ജീവിതമാണ് നമ്മൾ അറിയാതെ അവരെ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് ആഗ്രഹമുള്ളത് നൽകണ്ടെന്നല്ല പറയുന്നത്, അത് കാത്തിരുന്നും ക്ഷമിച്ചും അവർക്ക് കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം അവർക്ക് എന്ത് ചെയ്യണം, ഉണ്ടാവണം. അങ്ങനെ നമുക്ക് പറ്റുമെങ്കിൽ ആ കൊടുക്കുന്നത് തന്നെ ഒരു നല്ല പരിശീലനമായിരിക്കും. അപ്പോൾ അവർ എനിക്കിപ്പോൾ ഒരു നല്ലൊരു ഭക്ഷണം വേണം, ഒരു പാർസൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, ആ നിമിഷം തന്നെ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം അതെന്താണ് വേണ്ടത്, എപ്പോഴാണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ നല്ലൊരു ടൈം അതിന് കാണുന്നു. ഇപ്പോൾ ഇക്കാക്ക ഇവിടെ അല്ലല്ലോ, ഇക്കാക്കയും കൂടി ഉണ്ടായിക്കോട്ടെ, അപ്പോഴല്ലേ നമ്മൾക്കിത് ഭക്ഷണം കഴിക്കുമ്പോൾ രസമുള്ളൂ. ആയിക്കോട്ടെ, നാളെ ഞായറാഴ്ച അല്ലേ, എല്ലാവർക്കും ഹോളിഡേ അല്ലേ, അപ്പോൾ നാളെ ഉച്ചക്കാക്കാം എന്നൊരു നല്ല നിലക്ക് പറഞ്ഞ് ഒരു സമയം നിശ്ചയിക്കുമ്പോൾ ഒരു കാത്തിരിപ്പുണ്ട്, അതിന് ഒരു ക്ഷമയുണ്ട്. മാത്രമല്ല, ആ സമയത്ത് കിട്ടുന്നതിനേക്കാളും എന്ത് ചെയ്യുന്നറിയോ, ആ പ്രതീക്ഷയോടെ കാത്തിരുന്ന് കിട്ടുമ്പോൾ അതിനൊരു ഗുണമുണ്ടായിരിക്കും. അപ്പോൾ കാണുന്നതും ചോദിക്കുന്നതുമെല്ലാം വാങ്ങിക്കൊടുത്ത് യാതൊരു നിലക്കും ക്ഷമയും സഹനവും ഇല്ലാത്ത ഒരു തലമുറയായി നമ്മുടെ പുതിയ തലമുറയെ വളർത്തേണ്ടതുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇതിപ്പോൾ നമുക്ക് ക്ലാസ് റൂമുകളിലും സ്കൂളുകളിലും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്ന കാര്യമാണ്. ഒരു കുട്ടിക്കും ഒരു ചെറിയ സമയം പോലും കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ലാതാവുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ആഗ്രഹിച്ചതെല്ലാം നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് അതിന് വിലയുണ്ടാവില്ല. മനസ്സിലായി? എന്ത് ചോദിച്ചാലും കിട്ടുന്ന ഒരു സ്വർഗം പോലെയാണ് ജീവിതമെങ്കിൽ അവർക്കതിന് വല്ല വിലയുണ്ടായിരിക്കും? ഒന്നിനും ഒരു വിലയുണ്ടാവില്ല. അവർക്ക് 100 രൂപയും 1000 രൂപയും 10,000 രൂപയും ഒക്കെ ഒരുപോലെ ആയിരിക്കും. ഒരു 10 രൂപൻ്റെ ഒരു ടോയ്സ് ചോദിക്കുന്നതും അതേപോലെ തന്നെ ഒരു 5000 രൂപൻ്റെ സൈക്കിൾ ചോദിക്കുന്നതും ഒരു 1.5 ലക്ഷത്തിൻ്റെ ബൈക്ക് ചോദിക്കുന്നതുമെല്ലാം അവൻ ഒരേ വികാരത്തിലായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കും. അവന് പണത്തിന് അവൻ വില കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് നമ്മളൊരു കാര്യം ആഗ്രഹം നമ്മളോട് പറയുമ്പോൾ ഒരു പണത്തിൻ്റെ മൂല്യവും വിലയും മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒന്നും വേണ്ട ആവട്ടെ, എന്നാൽ നമ്മൾ വാങ്ങാം, സൈക്കിൾ വാങ്ങാം. ആ സൈക്കിൾ വാങ്ങുന്നതിലേക്ക് 500 രൂപ നമ്മൾ ഇന്ന് മുതൽ തന്നു തുടങ്ങുന്നു. നീ ഇത് ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുക. 500 രൂപ അവൻ എന്ത് ചെയ്യുന്നു, അവിടെ എടുത്തു വെക്കുന്നു. അടുത്ത ഒരു 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ 500 കൊടുക്കുന്നു. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ ഒരു 500 കൊടുക്കുന്നു. അവൻ ആ സൈക്കിളിന് അപ്പോൾ ആ പണത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് അവൻ അറിയും. ഇപ്പോൾ 500 ആയിട്ടുള്ളൂ, ഇപ്പോൾ 1000, ഇനിയും 1000 രൂപ വേണം, ഇനി 1500 വേണം. പണത്തിൻ്റെ മൂല്യം അവരറിയാതെ പോകുന്നു എന്നുള്ളതാണ്. ആവശ്യമുള്ള എന്തും ആവശ്യത്തിൻ്റെ വിലയോ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ നിലവാരമോ നോക്കാതെ എന്ത് ചോദിച്ചാലും
അടുത്ത സെക്കൻഡിൽ മണിക്കൂറിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നവന് പണത്തിൻ്റെ വില എന്ത് ചെയ്യില്ല, മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ചോദിക്കുന്നതെല്ലാം നമ്മൾ അവർക്ക് കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു പ്രശ്നം പരിഹരിക്കാതെ കടന്നാൽ എന്താണതിന് പരിഹാരം, അതിന് മറ്റെന്തെങ്കിലും വഴികളുണ്ടോ എന്ന് അന്വേഷിക്കുന്നേ ഇല്ല. നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുമെങ്കിൽ മറ്റൊരു വഴി ചിന്തിക്കേണ്ടതില്ലല്ലോ. ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ് ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം നമുക്ക് കാണാൻ പറ്റും, അതിന് വേറെ പരിഹാരമുണ്ടോ എന്ന് അന്വേഷിക്കാം. വേറൊരു പരിഹാരം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുമല്ലോ. നിങ്ങൾക്കറിയാലോ, നമ്മളൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമുക്കൊക്കെ കളിവണ്ടികൾ ഓടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളെന്തായിരുന്നു, ചെരുപ്പിൽ നിന്നും ചെറിയ ചക്രങ്ങൾ വെട്ടിയെടുത്തിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യും, ചെറിയ പൈപ്പ് എടുത്തിട്ട് അതിനോട് ഘടിപ്പിച്ചിട്ട് നമ്മൾ വണ്ടി ഉരുട്ടി നടന്നിരുന്നു. അത് എന്തുകൊണ്ടാണ്? ഒരു സൈക്കിള് വാങ്ങിത്തരാൻ മാതാപിതാക്കൾക്ക് സാധിക്കാതെ വരുമ്പോൾ ഒരു വണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പരിഹാരമുണ്ടാക്കുന്നു. അങ്ങനെയല്ലേ? അടുക്കള പോലെ കളിക്കാൻ വേണ്ടി പെൺകുട്ടികൾക്ക് അന്ന് ഇതുപോലെയുള്ള പാത്രങ്ങൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിയിരുന്നില്ല. അന്ന് ചിരട്ടകൾ ഉപയോഗിച്ചിട്ട് അവർ കളിച്ചിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടാത്ത, ചിത്രം വരയ്ക്കാനൊരു നോട്ട് പുസ്തകമില്ലെങ്കിൽ പഴയ പുസ്തകങ്ങളിൽ നിന്ന് ഏടുകൾ ചീന്തിയിട്ട് അത് ഒരുമിച്ച് കൂട്ടി ബൈൻഡ് ചെയ്തിട്ട് നമ്മൾ പുസ്തകം ഉണ്ടാക്കിയിട്ട് അതിൽ വരച്ചിരുന്നു. മനസ്സിലായി? കളർ ഉപയോഗിക്കാൻ വേണ്ടി പല ചെടികളുടെയും തണ്ടുകൾ എടുത്തുകൊണ്ട് വരച്ചിരുന്നു. അത് ഒന്ന് കിട്ടാതിരിക്കുമ്പോൾ മറ്റൊരു പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കും. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഉണ്ടാക്കിക്കൊടുക്കാത്ത, നമ്മൾ വാങ്ങിക്കൊടുക്കാത്ത കളിക്കോപ്പുകൾ അവർ സ്വന്തം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ഇവിടെയെല്ലാം ഇത്തരത്തിലുള്ള അവരുടെ അഭിരുചികളെയോ അവരുടെ ബുദ്ധിയെയോ അല്ലെങ്കിൽ അവരുടെ ചിന്താശേഷിയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് പര്യാപ്തമാക്കണമെങ്കിൽ ആഗ്രഹിച്ചതെല്ലാം സെക്കൻഡിൽ കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ പുനരാലോചിക്കേണ്ടതുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ കുട്ടികൾക്ക് നല്ലത് ശീലിപ്പിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് ക്ഷമയും സഹനവും പ്രതീക്ഷയും അതേപോലെ തന്നെ സന്തോഷവും ഒക്കെ അവർക്ക് നൽകാൻ അല്പം ശ്രദ്ധയോടുകൂടെ പെരുമാറിയാൽ സാധിക്കുമെന്നാണ് ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്.